ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി പെപ്പർ ചിക്കനാണ്. അപ്പോൾ ഞാനുണ്ടാക്കുന്ന റെസിപ്പിയിൽ എൻ്റെ ഫേവറേറ്റാണ് ഈ റെസിപ്പി. നിങ്ങൾക്കും എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്താൽ ഇഷ്ടപ്പെടും. സ്പൈസിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു റെസിപ്പിയാണ്. വീഡിയോ മുഴുവനായി കാണാൻ സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി 4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഇതായി ചതച്ചെടുക്കുന്നുണ്ട്. പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് വലിയൊരു ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി, അത് കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വലിയ പച്ചമുളകാണ്. ഞാൻ 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസിലൊക്കെ ആണെങ്കിൽ 3 വരെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ കീർന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാനൊരു കുഞ്ഞ് തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ പകുതി ഇട്ട് കൊടുത്താൽ മതി. ഈ തക്കാളി നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കൂടുതൽ ചേർക്കരുത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡർ 4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണ്. 4 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ചിക്കൻ്റെ പകുതിയാണ്, ഏകദേശം 1/2 കിലോ ചിക്കനാണ്. അപ്പോൾ അതിൻ്റെ മസാലകളാണ് ഇത്. നിങ്ങൾ കൂടുതൽ ചിക്കൻ എടുക്കുന്നെങ്കിൽ അതിനനുസരിച്ച് മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/4 കപ്പോളം വെള്ളം ചേർത്ത്, ചൂടുവെള്ളമാണ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം. ഇത് ഇടയ്ക്കിടെ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഉപ്പ് ചേർക്കാൻ വിട്ടുപോയതാണ്. നിങ്ങൾ ആദ്യം തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കണം. നമ്മുടെ പെപ്പർ ചിക്കൻ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒന്നുകൂടെ 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ലാസ്റ്റ് ചേർക്കുമ്പോൾ പെപ്പറിൻ്റെ നല്ലൊരു സ്മെല്ലാണ്. നിങ്ങൾക്ക് എരിവ് അത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ എമ്മി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു വലിയ ബൗളിലേക്ക് ഞാൻ മാറ്റിയെടുക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.